ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിനകത്ത് അല്ലെങ്കിൽ പ്രീ മാർക്കറ്റിൻ്റെ അനാലിസിസിനകത്ത് ഇറാഖ് ഇറാൻ്റെ ഇഷ്യൂ അവിടെ വളരെ കാര്യമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ആം, അതിൻ്റെ ഒരു കരാറിലേക്ക് ഇതുവരെ പോയി എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു നെഗറ്റിവിറ്റി അവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഓയിലിൻ്റെ പ്രൈസസ് കണ്ടാലറിയാം. നമ്മൾ ഓയിലിൻ്റെ പ്രൈസസിൻ്റെ അത് അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം 66-67 കടന്ന ബ്രെൻറ്റ് ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് ഇപ്പോൾ 75 രൂപയിൽ നിൽക്കുകയാണ്. ഓൾമോസ്റ്റ് വലിയൊരു പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് അവിടെ വന്നിട്ടുണ്ട്. 10-12% മേളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. സോ അത് അത്ര നല്ലൊരു സംഭവമല്ല. ഓക്കെ, എന്നാലും മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് ഓക്കെയാണ്. നമ്മുടെ മാർക്കറ്റിൽ അത് അഫക്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ലേറ്റാവും. അപ്പോൾ യുക്രൈൻ വാറിനെ പോലെ അല്ല നമുക്ക് ഇറാൻ ഇറാഖ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ്. സോ ദാറ്റ് അത് നമ്മളെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് സോറി, അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇറാഖിനെ ചൈന ഇൻഡയറക്റ്റ്ലി എങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിനെ അമേരിക്കയ്ക്ക് ഒരു സപ്പോർട്ടിൻ്റെ ഒരു സാധ്യതയും അവിടെ നിൽക്കുന്നുണ്ട്. സോ ആ ഒരു ടെൻഷൻ ഇൻഡയറക്റ്റ്ലി ഇല്ലെങ്കിൽ സൈലൻ്റ്ലി ഉള്ള ഒരു സപ്പോർട്ട് ആണ് ഇതിനെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതെന്ന് പറയുന്നത്. എന്നാലും അതൊരു വെടിനിർത്തൽ കരാറിൽ ഇല്ലെങ്കിൽ ആ ഒരു ആണവ കരാറിലേക്ക് അത് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ ഇന്ത്യ പാക് ഇഷ്യൂ വന്നതുപോലെ തന്നെ ഇവിടെയും പറയുന്ന മാർക്കറ്റ് കുറച്ച് സമയം എടുത്തിട്ട് അതിനെ അങ്ങ് സബ്സൈഡ് ചെയ്യും. അതുമാത്രമല്ല, അത് നമുക്ക് പീസ് കളഞ്ഞിട്ടൊരു സംഭവം ഗ്ലോബലി നിർത്താൻ പറ്റത്തില്ല. സോ അത് ഒരു പീസ് സിറ്റുവേഷനിലോട്ട് പോവും. അതിനെ സബ്സൈഡ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും. അതിലൊരു ചെറിയൊരു വ്യത്യാസം വന്നത് നമ്മുടെ റഷ്യ യുക്രൈൻ എന്നുള്ളൊരു സംഭവമാണ്. അതിൽ വൺ സൈഡഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നാൽ മാർക്കറ്റ് അത്യാവശ്യം ഫ്ലാറ്റായിട്ട് നെഗറ്റീവ്ലി ഓപ്പൺ ചെയ്തു. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു അപ് ട്രെൻഡ് ആയിരുന്നു. ആ അപ് ട്രെൻഡിൻ്റെ ചാനൽ ബ്രേക്ക് ചെയ്ത് നമ്മൾ താഴേക്ക് വന്ന ആ മൊമെൻറ്റ് തന്നെ തിരിച്ച് ബൗൺസ് ചെയ്ത് തിരിച്ച് കംഫർട്ടബിളി ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയ്ക്കായിരിക്കും ഓപ്പൺ ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത്. സോ നമ്മൾ അറ്റ്ലീസ്റ്റ് ഇവിടെ നിന്നാൽ ഈ ഒരു ചാനലിൽ വന്ന് നമ്മൾ ബ്രേക്ക് ചെയ്തു തിരിച്ച് കയറി റീടെസ്റ്റ് ചെയ്ത് കയറിപ്പോകുന്ന ഒരു സംഭവം. ടെക്നിക്കൽ അല്ല ഇവിടെ ആക്ച്വലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്ലോബൽ ഡേറ്റ തന്നെയാണ്. എന്നാലും ഐഡിയ വൈസിൽ ഈ ഒരു ട്രെൻഡിൻ്റെ മേളിൽ നമ്മൾ വീണ്ടും ഈ ഒരു ട്രെൻഡിൽ കണ്ടിന്യൂവേറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. അൺലെസ് ഇനി ഒരു മാരകമായിട്ടുള്ള അറ്റാക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ മേലിൽ നിന്ന് വരാതിരുന്ന് കഴിഞ്ഞാൽ, ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ മാർക്കറ്റ് വളരെ കാമായിട്ട് പോകേണ്ട ഒരു ഏരിയയിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഇതിൻ്റെ താഴേക്കായിരുന്നെങ്കിൽ കുറച്ച് നെഗറ്റീവ് ആയിരുന്നു. ഞാൻ പറഞ്ഞ നമ്പർ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, 24,440 എന്നുള്ളത്. ഏതാണ്ട് 466 വരെ ഇത് താഴേക്ക് വന്നിട്ടുണ്ട്. സോ പ്രൈസ് ആക്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യണം. ചിലപ്പോൾ നമുക്കവിടെ മിസ്റ്റേക്ക് പറ്റാം. ചിലപ്പോൾ ഇവിടെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ മാർക്കറ്റ് ബൗൺസ് ചെയ്ത് പോയേക്കാം. മാർക്കറ്റിന് അതാണ് താല്പര്യമൊക്കെ, അത് പോട്ടെ, അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഇവിടെ വന്നിട്ടായിരിക്കാം മാർക്കറ്റ് ചിലപ്പോൾ ബൗൺസ് ചെയ്യുന്നത്. അപ്പോൾ എന്തേ ലൈന് വർക്ക് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വരേണ്ടതാണ്. അവിടെ വരുമ്പോൾ ബയ്യർ കയറേണ്ടതാണ്. ലിക്വിഡിറ്റി വരേണ്ട ഏരിയയാണ്. ചിലപ്പോൾ ലിക്വിഡിറ്റി കിട്ടിയില്ലെന്നിരിക്കും. അത്രേ ഉള്ളൂ അതിനകത്ത്. ഒരു സ്ട്രാറ്റജിക്കും 100%, അറ്റ്ലീസ്റ്റ് 80% വിൻ റേറ്റ് പോലും ഇല്ല. അപ്പോൾ 70-80% കിട്ടിയാൽ പോലും, അല്ലെങ്കിൽ 60-70% കിട്ടിയാൽ പോലും നമ്മുടെ 3 ട്രേഡിൽ 2 നമ്മൾ വിൻ ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ കണക്ക്. നമ്മൾ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് പോകാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ. ഞാൻ അതിൽ ഒരുപാട് സമയം കളയുന്നില്ല. 4.25 മിനിറ്റ് ആയിട്ടുണ്ട്. സോറി, നല്ല ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് കയ്യിലിരുന്ന കുറേ സ്റ്റോക്സ് ബൈയിങ് പ്രൈസിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരു വാർ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറേ ബൈയിങ് പ്രൈസിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ കൊടുത്തു. ലാഭത്തിൽ നിന്നാണ് കോൺകോർ ഒരു 3-4% മേളിൽ ലാഭം നിന്നാണ് ഒരു 1-1.5% എത്തിയപ്പോഴേക്കും ഒഴിവാക്കേണ്ടി വന്നു. ടിറ്റുകാർ ഇതുപോലൊരു 3-4% മേളിൽ പ്രോഫിറ്റിൽ നിന്നാണ്, അതും 1-1.5% എത്തിയപ്പോൾ ഒഴിവാക്കേണ്ടി വന്നു. ഒരു വാർ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്.
പിന്നെ ആരതി ഇൻഡസ്ട്രീസ്, ഇതുപോലത്തെ ഒരു കുറച്ച് സ്റ്റോക്സ് കയ്യിലിരിപ്പുണ്ടായിരുന്നു, അതിനെ ഒഴിവാക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നെ എസ് ബി കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് വെച്ചിരുന്നു, ഒരു 816 എടുത്ത് വെച്ചിരുന്നു. അത് ആ കുറച്ച് ക്വാണ്ടിറ്റി അങ്ങ് ഒഴിവാക്കി. എപ്പോഴാണോ അത് തിരിച്ചു വരുന്നത് അപ്പോൾ എടുക്കാം എന്നുള്ളത്. അപ്പോൾ അതിലൊരു ചെറിയൊരു പ്രോഫിറ്റ് ലോസ് ബുക്ക് ചെയ്യേണ്ടത്, ഒരു കുഞ്ഞു ക്വാണ്ടിറ്റിയേ ഉള്ളൂ അത്. എന്നാലും കണക്ക് പറയണം, നമ്മളിവിടെ പറഞ്ഞു പോവുകയാണ്, ഓരോ ദിവസം എടുക്കുന്ന പൊസിഷൻസ് പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് ഇത് വരണം എന്നുള്ളതാണ്. ഐ തിങ്ക് HCL ടെക് ഏതാണ്ട് ഒരു 5-6% മേളിൽ പ്രോഫിറ്റിലുണ്ടായിരുന്നു. അതൊരു 3.5% പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. വലിയ പ്രോഫിറ്റൊന്നും അല്ല. മാർക്കറ്റിൽ നമ്മളൊരു ബുള്ളിഷ്നെസ് എക്സ്പെക്ട് ചെയ്തിരുന്നു. ആ ബുള്ളിഷ്നെസ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യും എന്ന് തോന്നപ്പെടുകയാണെങ്കിൽ, കാരണം അത് ബ്രേക്ക് ചെയ്യുന്ന കാരണം അതിനെ ഒഴിവാക്കേണ്ടി വന്നതാണ്. ഇല്ല, റീടെസ്റ്റിംഗ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇതിവിടെ പതുക്കെ വന്ന് റീടെസ്റ്റ് ചെയ്ത് ഈ ഏരിയയിൽ എവിടെയെങ്കിലും 24,800 നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തതാണ്, ഒരു റീടെസ്റ്റ് എക്സ്പെക്ട് ചെയ്ത് പോവും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ ഫണ്ട് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ വാർ എന്നുള്ളൊരു പേര് കാരണം അതും ഒട്ടും എന്താണ് ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രണ്ട് പേരാണ് ഇറാനെന്ന് പറയുന്നത്, ഇസ്രായേലും എന്ന് പറയുന്നത്. അപ്പോൾ അത് അത്ര നല്ലൊരു പരിപാടിയല്ല. നമ്മുടെ ആസ് എ ട്രേഡർ അവിടെ നമ്മുടെ സൈക്കോളജി നോക്കണം, നമ്മുടെ കൂടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ സൈക്കോളജി നോക്കണം, ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഇല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ സൈക്കോളജി നോക്കണം. ഈ ഇഷ്യൂസ് നടക്കുന്ന ഓരോ രാജ്യത്തിൻ്റെയും അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഇല്ലെങ്കിൽ പ്രസിഡൻറ്റ്, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എങ്ങനെ ചിന്തിക്കും എന്നുള്ളത് നമ്മളിവിടെ നിന്ന് ചിന്തിച്ച് നോക്കണം. അത് പ്രെഡിക്റ്റ് ചെയ്യാം, പക്ഷേ ട്രേഡ് അങ്ങനെ എടുക്കരുത്. ആ ഒരു തോട്ട് പ്രോസസ്സ് എന്തായിരിക്കും, അവരടുത്ത് പൊളിറ്റിക്കലി എങ്ങനെ. അപ്പോൾ നമ്മൾ ഒരു ട്രേഡർ ആകുമ്പോൾ ട്രേഡിങ് മാത്രമല്ല, അവിടെ പൊളിറ്റിക്സ് ചിന്തിക്കുന്നുണ്ട്, വേറൊരാളുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇതൊക്കെയാണ് ഒരു ബിഗിനറും ഒരു പ്രൊഫഷണൽ ട്രേഡറും തമ്മിലുള്ള വ്യത്യാസം വരിക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞത് ഞാനാണെങ്കിലോ കുറച്ചുകൂടെ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിലോ ഹീ ഈസ് എ പ്രൊഫഷണൽ ട്രേഡർ എന്നുള്ള അല്ല ഞാൻ പറയുന്നത്. ആ ഒരു പാത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തി എപ്പോഴും നമ്മൾ ഹമ്പിളായിട്ട് തന്നെ നിൽക്കുക എന്നുള്ളതാണ്. ആ പാത്തിലേക്ക് പോകണമെങ്കിൽ കുറേ കാര്യങ്ങൾ ഇതുപോലത്തെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോക്കകത്തൊക്കെ പറയുന്നത്. പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ക്വാളിറ്റി എപ്പോഴും നിങ്ങൾ കേൾക്കണം. യൂട്യൂബിനുള്ളിൽ സാധാരണ നമ്മൾ ന്യൂസസ് കേട്ട് പോകാറുണ്ട്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിറ്റിയെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഓരോ വീഡിയോയിലും ഷെയർ ചെയ്യണം എന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. തിങ്ക് ലൈക്ക് എ പ്രൊഫഷണൽ. അപ്പോൾ തന്നെ അത് ആ ഒരു റേഞ്ചിലേക്ക് വരാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ലോസസ് കട്ട് ചെയ്യണമെങ്കിൽ ബാക്കി സാധാരണ റീറ്റെയിൽ ട്രേഡറിനെ പോലെ ചിന്തിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം തരാൻ ഈ കമ്മ്യൂണിറ്റിയെ കൊണ്ട് പറ്റുന്നെങ്കിൽ അത്രയും വലിയൊരു കാര്യം എന്ന് ഞാൻ ചിന്തിക്കും. ഓക്കെ, സ്വിംഗ് ട്രേഡിങ്ങിൽ ഏതെങ്കിലും പൊസിഷൻ നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ കട്ട് ഡൗൺ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഹാഫ് ദി ക്വാണ്ടിറ്റി. ഇന്ന് 2.5% ഉള്ള ഏതോ ഒരു കാസ്ട്രോള് ആരോ ചോദിച്ചു എൻ്റെ അടുത്ത്, നമ്മുടെ ബാച്ച് 8-ലുള്ള ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ്. 2.5% ലോസ് ഉള്ളൂ, പക്ഷേ അത്യാവശ്യം ക്വാണ്ടിറ്റി കയ്യിലിരിപ്പുണ്ട്. കട്ട് ഡൗൺ ചെയ്തോളാൻ പറഞ്ഞു. 2.5% ലോസേ ഉള്ളൂ എങ്കിൽ പോലും ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് കയ്യിരിക്കുന്നത്, അപ്പോൾ റിസ്ക് എടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓൾറെഡി 8.5 മിനിറ്റ് ആയിട്ടുണ്ട് വീഡിയോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം. സോ ജസ്റ്റ് ഐഡിയ വരുന്ന കാര്യങ്ങളെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ അതിനനുസരിച്ചിട്ട് സേഫറായിട്ടുള്ള പൊസിഷൻ കട്ട് ഡൗൺ ചെയ്യേണ്ടതാണെങ്കിൽ കട്ട് ഡൗൺ ചെയ്യാം. മാർക്കറ്റിൽ ഈ ഒരു ഏരിയയ്ക്ക് മേളിൽ വീണ്ടും തിരിച്ച് വന്നതിന് ശേഷം മാത്രം 24,900 മേളിൽ മാത്രം ഇനി നമുക്ക് വീണ്ടും പൊസിഷൻ ആഡ് ചെയ്യാം എന്നുള്ളത് മാത്രമേ അവിടെ പറയാനുള്ളൂ. ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക. 24,800 ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്പറാണ്. 24,600, 24,440 അതിനി പറയേണ്ട ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്നു. ഈ 3 നമ്പേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്താണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ സ്കാൽപ്പ് ചെയ്യാം, അല്ലാണ്ട് ട്രേഡ് ചെയ്യേണ്ട. ബ്രേക്കൗട്ട് ഈ സൈഡിലേക്കൊന്നും പെട്ടെന്ന് അഗ്രസീവ് ആവരുത്. ഒരു 50 പോയിൻ്റെങ്കിലും മാറി ബഫറിങ് ചിന്തിച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഈ ഏരിയയിലൊക്കെ 880 ഞാൻ സ്ഥിരം പറയുന്നതാണ്. 440 എൻ്റെ ക്ലാസ്സിലിരുന്ന എല്ലാവർക്കും അറിയാം. 440-ക്കും 880-ക്കും ഞാൻ ഒരുപാട് പെക്യുലാരിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കുക. ഈ 2 നമ്പർ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. 440, 880 എന്നുള്ളത്. ഈ 2 നമ്പരും സേഫായിട്ട് നിന്നിട്ട് അതിന് മേളിൽ മാത്രം ട്രേഡ് ചെയ്യുക. ഇവിടെ ഏതാണ്ട് ഒരു 120 പോയിൻ്റ് ഇവിടെ മേളിലോട്ട് കിടപ്പുണ്ട്. അപ്പോൾ ആ ട്രേഡ് എടുത്താൽ മതിയാവും. അല്ലാണ്ട് 800 ബ്രേക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എടുക്കണം നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് വലിച്ചു കിട്ടുന്നില്ല. 10 മിനിറ്റ് ആവാറായി. ഓക്കെ, ട്രേഡ് സേഫ്, ടേക്ക് കെയർ.